നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ PT തോമസ് അനുസ്മരണം നടത്തി. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം സംരക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. തൊടുപുഴക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇത്തവണയും മധുരം പകരാൻ കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിന്റെ കേക്ക് മേളയ്ക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ PT തോമസ് അനുസ്മരണം നടത്തി. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ PT തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തിപരമായി എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തന്റേടമുള്ള ജനകീയ നേതാവായിരുന്നു PT എന്ന് അദ്ദേഹം പറഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ എണ്ണമറ്റ യുവാക്കൾക്ക്, വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് വഴികാട്ടിയായിരുന്ന CPT അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ ശിരസ് നമിക്കും. ഇവിടെ PT വേറിട്ട് നിർത്തുന്നത് എടുക്കുന്ന നിലപാടുകളിൽ എന്നും ഉറച്ചു നിൽക്കുമായിരുന്നു. അത് വ്യക്തിപരമായി എന്ത് നഷ്ടമുണ്ട് എന്നുള്ളത് PT പ്രശ്നമായിരുന്നില്ല. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ രണ്ടാം വട്ടം MP ആയി മത്സരത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ PT തോമസ് തന്നെയാണ് സീറ്റ് കൊടുത്തിരുന്നതെങ്കിൽ ഇടുക്കി പാർലമെന്റിലേക്ക് വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് PT തോമസിനെ ആയിരുന്നില്ല. ദൗർഭാഗ്യവശാൽ അന്ന് പാർട്ടി എടുത്ത തീരുമാനം മറിച്ചായിരുന്നു. ജനങ്ങളുടെ വികാരം അതായിരുന്നു. മലമടക്കുകളിൽ ഇല്ലായ്മയിൽ വളർന്ന് മാറിവാനിയാസിൽ വിദ്യാഭ്യാസ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSUവിനെ വളർത്തി. അത് കഴിഞ്ഞ് LLB വിദ്യാഭ്യാസ എറണാകുളത്ത് ലോ കോളേജിൽ ചേർന്നു. അത് കഴിഞ്ഞ് MA കോളേജിൽ ചേർന്നു. അങ്ങനെയൊക്കെ എല്ലാം പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ തനതായ വ്യക്തിത്വം കാഴ്ചവെക്കുവാൻ കഴിയും. കോൺഗ്രസ് വളരെ വിഷമമേറിയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടത്. കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു PT. ഒരുപക്ഷെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാകുന്ന സന്ദർഭത്തിൽ PT തോമസ് ജീവിച്ചിരുന്നുവെങ്കിൽ PT തോമസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാകുമായിരുന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറിമാർ VE താജുദ്ദീൻ, NA ബെന്നി, CP കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് S ഷാജഹാൻ, സണ്ണി മണർക്കാട്, KP റോയ്, VA നിസാർ, മുനിസിപ്പൽ കൗൺസിലർമാർ വിഷ്ണു കോട്ടപ്പുറം, രാജേഷ് ബാബു, PA ഷാഹുൽ ഹമീദ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ നാസർ പാലമുടൻ, KH നൌഷാദ്, നജീബ് GM, ഹാരിസ് KB, അബി മുണ്ടയ്ക്കൻ, CS ഷാജി, CS മഹേഷ്, സുലൈമാൻ, TL അക്ബർ, സിബിലി, അസീസ്, സലീം, ഷുക്കൂർ, ഷെഫീഖ്, മുഹമ്മദ് റിയാസ്, ഫൈസൽ, CM മുനീർ, MK സിയാദ്, VA അബ്ദുൽ ഖാദർ, EK ലത്തീഫ്, നജീബ് ആലപ്പി, അബ്ബാസ്, ബിനു എടവെട്ടി, ഷെരീഫ് അക്ബർ, ഹാരിസ് കുമങ്കല് എന്നിവർ നേതൃത്വം നൽകി. ഇസ്ബീറോ തൊടുപുഴ. സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സമസ്ത ഒരു സംഘടന, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ
ഏറ്റവും വലിയതായ ഉന്നതങ്ങളിൽ എന്ന് വെച്ചാൽ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും കേരളത്തിൻ്റെ തനിമ, നമ്മുടെ നാടിൻ്റെ മഹാത്മ്യം, അതെല്ലാം എല്ലാ മതവിഭാഗങ്ങളുടെയും അന്തസ്സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സന്നിവേശിപ്പിച്ചെടുത്തതാണ്. ആ നിലയിൽ ഈ നാടിൻ്റെ പുരോഗമനത്തിലേക്ക് ഓരോ മേഖലയിൽ നിന്നും ലഭിക്കുന്ന വലിയ വലിയ പിന്തുണകളെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. കേരളത്തിൻ്റെ അതിമഹത്തായ പാരമ്പര്യവും ചരിത്രവും മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാട് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തലത്തിൽ സർവ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ജന്മങ്ങൾക്കും ഉപരിയായി കേരളം ഒരു മാതൃകാ പ്രദേശമാണ്, നാടാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇന്നും ഈ വർത്തമാന കാലഘട്ടത്തിലും സമസ്തയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകുന്ന വലിയതായ പിന്തുണയുടെ പേരിലാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. സ്വാഗത സംഘം ചെയർമാൻ KE മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ശതാബ്ദി സന്ദേശയാത്രയുടെ ഉപനായകന്മാരായ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട്ട്, MT അബ്ദുള്ള മുസ്ലിയാർ, പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലൈലി തുടങ്ങിയവർ സംസാരിച്ചു. K ഉമർ ഫൈസി മുക്കം ഡയറക്ടറും PM അബ്ദുൾ സലാം ബാഖവി വടക്കേക്കാട്ട് കോർഡിനേറ്ററുമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുൻ കോൺഗ്രസ് നേതാവും തൃക്കാക്കര MLAയുമായിരുന്ന PT തോമസിന്റെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇടുക്കി DC ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടികൾ PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ AICC അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM അഗസ്തി അനുസ്മരണ പ്രഭാഷണവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. മുഖ്യ പ്രഭാഷണവും നടത്തി. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ തൃക്കാക്കര MLAയുമായ PT തോമസിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ച അനുസ്മരണ പരിപാടികൾ AICC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ എല്ലാവർക്കും നല്ല മികച്ച ജയം നല്ലതല്ലേ ആയാലും ഈ ജയം അതിനൊരു ഇതിവിധിയുണ്ട്. ഈ പാറ്റേൺ തുടങ്ങണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് പണിയെടുക്കണം. അതാണ് നിങ്ങൾക്ക് ഇന്ന് PT തോമസിന് കൊടുക്കുന്ന വലിയ ശ്രദ്ധാഞ്ജലി. നിങ്ങൾ ഇടപെടണം. എങ്ങനെ അവരിടപെടുന്നത്? ജനങ്ങൾ നിങ്ങളെപ്പോഴും വരില്ല, നിങ്ങൾ ജനങ്ങളടുത്ത് പോകണം. നിങ്ങൾക്ക് എല്ലാവരും വിചാരിച്ചു ജയിച്ചു, ഞാൻ ജയിച്ചു, ഇത് ജനങ്ങൾ എന്റെ വീട്ടിൽ വരൂ, എന്നെ സംസാരിക്കൂ. അങ്ങനെ അല്ല. അതെല്ലാം പണ്ടേ എല്ലാം ലീഡർ അടുത്ത് പോവും, എല്ലായിടത്തും പോകും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണം. നിങ്ങൾ അങ്ങോട്ട് പോയാൽ 2020 നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 5-5 ജയിക്കാൻ പറ്റുമോ? യോഗത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, ex-MLA PT തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചു വന്നെങ്കിൽ മാത്രമേ പാർട്ടിക്ക് ഒരു പുനരുജ്ജീവനം സാധ്യമാകുന്നുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. ആ നിലയിലേക്കാണ് നമുക്കിപ്പോൾ വളർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് കൈമോശം വരാതെ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാനായ മോദിയോട് സൂചിപ്പിച്ചത്. 2010 നമുക്ക് മുൻപിൽ ഒരു അനുഭവമാണ്. ഇതിനേക്കാൾ മികച്ച ഒരു വിജയമായിരുന്നിരിക്കണം. ഒരു പക്ഷേ അന്ന് ജില്ലാ പഞ്ചായത്തിലെ എല്ലാ സീറ്റും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ചെറിയ വോട്ടിനാണ് 3 ഡിവിഷൻ നമ്മൾ പരാജയപ്പെട്ടു പോയത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി നിഷ സോമൻ, KPCC അംഗം AP ഉസ്മാൻ, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കലാർ, അഡ്വക്കേറ്റ് KB സെൽവം, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, MD അർജുനൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ PT അനുസ്മരിച്ച് സംസാരിച്ചു. രാഷ്ട്രീയമായ എല്ലാ രംഗങ്ങളിലും മുമ്പോട്ട് നീങ്ങുമ്പോഴും നമ്മളൊക്കെ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഉപദേശം കാര്യങ്ങളൊക്കെ തേടുമ്പോൾ ഏറ്റവും വളരെ മാന്യതയോടുകൂടിയുള്ള നിലപാടുകൾ പറയാനും അത് പങ്കുവെക്കാനും ഒക്കെ PT ശ്രമിക്കും. 4.25 വർഷക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വളരെ അടുത്ത ഒരു ഹൃദയബന്ധം PT-യുമായിട്ട് പുലർത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിയുകയുണ്ടായി. മാനവ സംസ്കൃതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് നിർത്തി. പിന്നീട് ഇങ്ങോട്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് കാട്ടിത്തന്നു.
ഇന്ന് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു കനൽ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഈ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, സഹപ്രവർത്തകരൊക്കെ ജയിച്ച് ജനപ്രതിനിധികളായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ദിവസം തന്നെ ആ അനുസ്മരണ ദിവസം തന്നെയാണ് എന്നുള്ളത് കാലത്തിൻ്റെ ഒരു നിശ്ചയം പോലെ, ഒരു നിയോഗം പോലെ എനിക്കിവിടെ നിന്ന് നോക്കിക്കാണുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുതിർന്ന അംഗം കുട്ടിയമ്മ മൈക്കിൾ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ മരിയ സത്യവാചകം ചൊല്ലി നൽകി. പിന്നീട് മെറ്റംഗങ്ങൾക്ക് കുട്ടിയമ്മ മൈക്കിൾ സത്യവാചകം ചൊല്ലി നൽകി. സൈമോൾ കെ പള്ളിപ്പറമ്പിൽ, MA ഷബീർ മടത്തിപ്പറമ്പിൽ, ശ്രീജ, രജീഷ് VR, സുലേഖ മാധവൻ, അനു തോമസ്, വിഷ്ണു സജി, ടെസി സതീഷ്, ഐസക് ജോർജ്, ജോബിസ് ജോസ്, ബെന്നി പ്ലാക്കൂട്ടം, റെജി ഗോപി, അലീന വർഗീസ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയമ്മ മൈക്കിൾ എന്ന ഞാൻ മുട്ടം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണം തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ തെരഞ്ഞെടുക്കപ്പെട്ട മുട്ടം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ നിയമാനുസരണം നടപ്പാക്കിയ അപ്പോൾ നമുക്കറിയാം, ഈ 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈ 14 പേര് ഇവിടെ ജയിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായ ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തം. ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ മാർഗദർശനം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം. കട്ടപ്പന നഗരസഭയിലെ 35 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിനാഥ് വരണാധികാരിയായിരുന്നു. മുതിർന്ന അംഗവും മുൻ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയാണ് വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിനാഥിന് മുൻപാകെ ആദ്യം സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. തുടർന്ന് ഓരോ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജോയി വെട്ടിക്കുഴി സത്യവാചകം ചൊല്ലി അധികാരമേറ്റതിന് പിന്നാലെ 1 മുതൽ 34 വരെയുള്ള വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ മനോജ് മുരളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണങ്ങളോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വസത്തോടും കൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജോയി വെട്ടിക്കുഴിയാണ് മറ്റ് 34 കൗൺസിലർമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുനിസിപ്പൽ സെക്രട്ടറി അജി കെ തോമസ് മുഖ്യ വരണാധികാരിക്കൊപ്പം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സത്യചടങ്ങുകൾക്ക് ശേഷം ആദ്യ മുനിസിപ്പൽ കൗൺസിൽ ഇന്ന് കൂടി. 26-നാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ജനാധിപത്യം സംരക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്. പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ, സെക്രട്ടറി TM ജോയ് എന്നിവർ നേതൃത്വം നൽകി. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെ പൊതുസമൂഹം ജാഗരൂകരാകണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് പ്രസ്താവിച്ചു. പൗരന്റെ വോട്ടവകാശം കവർന്നെടുത്ത ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കൊല്ലുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻകാർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എങ്ങനെയായിരുന്നു, ഈ ഗവൺമെന്റ് എങ്ങനെയാണ്,
അങ്ങനെ ഓരോ ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജീവനക്കാരോടുള്ള സമീപനം എന്തായിരുന്നു? പെൻഷൻകാരോടുള്ള സമീപനം എന്തായിരുന്നു? അവരുടെ സേവന വേതന വ്യവസ്ഥകളും മറ്റ് DA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുമൊക്കെയുള്ള ഗവൺമെൻറ് സമീപനം എന്തായിരുന്നു? ഇതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതലായി അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നൊരു ഗവൺമെൻറ്റാണോ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും വിധത്തിൽ നിലവിൽ സർവീസിലുള്ള ജീവനക്കാരുടെ കാര്യമാണെങ്കിലും പെൻഷൻ പറ്റിയ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരുമായി നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ ഒരു 7 അയലക്കത്ത് പോലും ഒരു ഗവൺമെൻറ് എത്തത്തില്ല. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ, സെക്രട്ടറി TM ജോയി എന്നിവർ നേതൃത്വം നൽകിയ 100 കണക്കിന് പെൻഷൻകാരുടെ പ്രകടനം തൊടുപുഴയിൽ നടന്നു. വിവിധ സെഷനുകളിൽ പങ്കെടുത്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ, KSSBA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ, ജനറൽ സെക്രട്ടറി രാജൻ ഗുരുക്കൾ, നേതാക്കളായ P ഗോപാലകൃഷ്ണൻ നായർ, KV മുരളി, തെങ്ങുംകോട് ശശി, T വനജ, R രാജേന്ദ്രൻ, KD പ്രകാശൻ, ജോർജ് P എബ്രാഹിം, DCC ജനറൽ സെക്രട്ടറിമാരായ NI ബെന്നി, TJ പീറ്റർ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കിങ്ങിണി VK, VA ജോസഫ്, KA മാത്യു, PK ഷാജി, ഡാലി തോമസ്, റോയി ജോർജ്, സണ്ണി മാത്യു, OS മാത്യു, ജോജോ ജെയിംസ്, PS ഹുസൈൻ, KS ഹസൻകുട്ടി, C തങ്കദുരൈ, റോയി ജോർജ്, അൽഫോൺസ ജോസഫ്, ഷിഹാബ് പരീദ്, PS സെബാസ്റ്റ്യൻ, ജോസ് ആറ്റുപുറം, ഷെല്ലി ജോൺ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയികളായ അസോസിയേഷൻ അംഗങ്ങളെ സമ്മേളനത്തിൽ പ്രത്യേകമായി ആദരിച്ചു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിലൂറുന്ന ആ മധുരമുണ്ടല്ലോ, അതാണ് കേക്ക്. തൊടുപുഴക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇത്തവണയും മധുരം പകരാൻ കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസ് റെഡിയായി കഴിഞ്ഞു. വെറുമൊരു കേക്ക് മേള എന്നതിലുപരി മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ഒരു വലിയ കാരുണ്യത്തിന്റെ കഥ കൂടിയാണ് ഈ വിപണന മേളയ്ക്ക് പറയാനുള്ളത്. ക്രിസ്മസ് കാലത്ത് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലേക്ക് എത്തിയാൽ ആരെയും കൊതിപ്പിക്കുന്ന കേക്കുകളുടെ മണം ആസ്വദിക്കാം. കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസ് വർഷാവർഷം നടത്തിവരാറുള്ള കേക്ക് മേളയ്ക്ക് ഇത്തവണയും ഉജ്ജ്വല തുടക്കമായി. പൈനാപ്പിളും മാംഗോയും ക്യാരറ്റും തുടങ്ങി വായിൽ കപ്പലോടിക്കുന്ന വെറൈറ്റി രുചികളാണ് ഇവിടെ കേക്ക് പ്രേമികളെ കാത്തിരിക്കുന്നത്. ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിർമ്മിച്ച മധുരമൂറും കേക്കുകൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാം. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി നിർവഹിച്ചു. കൗൺസിലർ റിങ്കു അപ്പച്ചൻ വെട്ടിക്കാട്ടിൽ കേക്കുകളുടെ ആദ്യ വിൽപ്പന നടത്തി. SG സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കീഴിൽ പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെൻ്ററിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ നടത്തുന്ന ഒരു ഉപജീവനത്തിനുള്ള ഒരു മാർഗമാണ് ഇത്. എല്ലാവർക്കും ഇത് വാങ്ങണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് തികച്ചും നാച്ചുറലായിട്ട് ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പം നമുക്കെല്ലാവർക്കും നല്ലതുപോലെ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. എല്ലാവരും വാങ്ങിച്ച് സഹായിക്കണമെന്ന് ഞാനും വിനീതമായി അപേക്ഷിക്കുന്നു. കേവലം ഒരു കച്ചവടത്തിനപ്പുറം കേക്ക് വിൽപ്പനയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇവിടെ നിന്നും വിൽക്കുന്ന ഓരോ കേക്കിലെ ലാഭവും ചെന്നെത്തുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുഞ്ചിരിയിലേക്കാണ്. ഒളമറ്റം സിസ്റ്റേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വം നൽകുന്ന പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസികളുടെ ക്ഷേമത്തിനായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. പ്രത്യാശ സെന്ററിലെ മദർ സിസ്റ്റർ ജാൻസ്ലറ്റ്, സിസ്റ്റർ ജേഴ്സി എന്നിവരും ചടങ്ങിന് മാറ്റുകൂട്ടി. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉപജീവനത്തിനായി ഞങ്ങൾ നടത്തിവരുന്ന കേക്ക് മേള, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടുമൊക്കെയാണ് ഞങ്ങളെ ഇന്നും ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സ്ഥാപനത്തെ ഇന്നും നിലനിർത്തുന്നത് എന്ന് നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ട്രെൻഡിംഗ് ആയ റിച്ച് പ്ലം കേക്ക് മുതൽ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ്, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, ഓറഞ്ച്, ബനാന കേക്കുകൾ വരെ ഇവിടെ സ്റ്റോക്കുണ്ട്.
അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് മധുരം നന്മയുടേതാക്കാം. എങ്കിൽ നേരെ വന്നോളൂ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലേക്ക്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നിയുക്ത മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ വിനേഷ് വി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും സെക്രട്ടറിയുമായ അജി വി കെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നൂറുകണക്കിന് പൊതുജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നിയുക്ത മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ വിനേഷ് വി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും സെക്രട്ടറിയുമായ അജി വി കെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നൂറുകണക്കിന് പൊതുജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമായ 7ാം വാർഡ് മെമ്പർ ജോസഫ് അറക്കത്തോട്ടത്തിന് റിട്ടേണിംഗ് ഓഫീസർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും അതിനുശേഷം മറ്റംഗങ്ങൾക്ക് ജോസഫ് അറക്കത്തോട്ടം സത്യവാചകം ചൊല്ലി നൽകി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് അറക്കത്തോട്ടം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടുകൂടിയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈനി സന്തോഷ് എന്ന ഞാൻ നിയമാനുസരണം ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥവും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജിജോ ജോസഫ് ഉല്ലാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേരുകയും ഡിസംബർ 27-ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വിവരം സെക്രട്ടറി നിയുക്താംഗങ്ങളെ അറിയിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം നടത്തി. മാത്യു കുഴൽനാടൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജെ കാപ്പൻ എന്നിവർ ആശംസകൾ നേർന്നു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ 8ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടിയിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാഠ്യപാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് PTA വൈസ് പ്രസിഡന്റ് സോയാമോൾ, PTA സെക്രട്ടറി രമ്യ രാജേഷ്, സ്കൂൾ മാനേജർ, സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ചേർന്ന് സമ്മാനദാനം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജെ കാപ്പൻ എന്നിവർ ആശംസകൾ നേർന്നു. കാളിയാർ ഫൊറോനയുടെ നേതൃത്വത്തിൽ ഡിസംബർ 23-ാം തീയതി വണ്ണപ്പുറം ടൗൺ കരോൾ നടത്തും. വണ്ണപ്പുറം മാർ ഗ്രിഗോറിയോസ് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് വണ്ണപ്പുറം മാർ സ്ലീവ ടൗൺ പള്ളിയിൽ കരോൾ സമാപിക്കും. കാളിയാർ സെന്റ് റീത്തസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം ചെയ്യും. മാർ ഗ്രിഗോറിയോസ് യാക്കോബായ പള്ളി വികാരി ഫാദർ സക്രിയ കളരിക്കാട്ട് സ്വാഗതം ആശംസിക്കും. വണ്ണപ്പുറം മാർ സ്ലീവ പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട്, ഞാറക്കാട് പള്ളി വികാരി ഫാദർ ആന്റണി ഓവേലിൽ, തൊമ്മൻകുത്ത് പള്ളി വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം, മുണ്ടൻമുടി പള്ളി വികാരി ഫാദർ പോൾ ആക്കപ്പടി, തെന്നത്തൂർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ തുമ്പമറ്റം, കൊടുവേലി പള്ളി വികാരി ഫാദർ ജോൺ തലച്ചിറ CMI എന്നിവർ നേതൃത്വം നൽകും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉണ്ണീശോയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2025
ഡിസംബർ മാസം 23-ാം തീയതി ഉച്ചകഴിഞ്ഞ് 5:30 മണിക്ക് സെൻറ് റീതാസ് ഫൊറാന പള്ളിയുടെ കീഴിലുള്ള എല്ലാ പള്ളികളും ചേർന്ന് ക്രിസ്മസ് കരോൾ ആഘോഷിക്കുകയാണ്. വൈകുന്നേരം 5:30-ക്ക് പ്ലാന്റേഷനിലുള്ള മാർ ഗ്രിഗോറിയസ് യാക്കോവായ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി അമ്പലപ്പടിയിലെത്തി അവിടെ നിന്ന് ടൗണിലൂടെ തന്നെ മാർ സ്ലീവ പള്ളിയിൽ വന്ന് സമാപിക്കുന്നു. ഈ കർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മെക്കാനിക്കൽ സാന്റയോടൊപ്പം ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി പുറപ്പുഴ പോളിടെക്നിക് കോളേജ് ക്യാമ്പസിന് മുൻപിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന സൈക്ലിംഗ് സാന്റ കാഴ്ചക്കാർക്കിടയിൽ ഒരുപോലെ കൗതുകവും ആകാംക്ഷയും ജനിപ്പിക്കുന്നു. പൂർണ്ണമായും മെക്കാനിക്കൽ തത്വങ്ങളെ ഉപയോഗപ്പെടുത്തിയും തീർത്തും വ്യത്യസ്തവുമായ നിരീക്ഷണത്തിലുമാണ് കോളേജിലെ മെക്കാനിക്കൽ അധ്യാപകരുടെയും അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെയും പരിശ്രമ ഫലമായി കോളേജിന്റെ മുൻപിൽ സൈക്ലിംഗ് സാന്റ ഒരുക്കിയിട്ടുള്ളത്. സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും സന്ദേശമുയർത്തി മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തുകയായി. ഏറെ വ്യത്യസ്തതകളോടെ ക്രിസ്മസിനെ സ്വാഗതം ചെയ്യുന്ന മലയാളികൾക്കിടയിൽ തീർത്തും വ്യത്യസ്തമായി ക്രിസ്മസിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പുറപ്പുഴ പോളിടെക്നിക്കിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ. കോളേജ് ക്യാമ്പസിന് മുന്നിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന സൈക്ലിംഗ് സാന്റ കാഴ്ചക്കാർക്കിടയിൽ ഒരുപോലെ കൗതുകവും ആകാംക്ഷയും ജനിപ്പിക്കുന്നു. പൂർണ്ണമായും മെക്കാനിക്കൽ തത്വങ്ങളെ ഉപയോഗപ്പെടുത്തിയും തീർത്തും വ്യത്യസ്തമായ നിരീക്ഷണത്തിലുമാണ് കോളേജിലെ മെക്കാനിക്കൽ അധ്യാപകരുടെയും അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെയും പരിശ്രമ ഫലമായി കോളേജിന് മുന്നിൽ സൈക്ലിംഗ് സാന്റ ഒരുക്കിയിട്ടുള്ളത്. പുനരുപയോഗപ്രദമായ ഇന്ധനങ്ങളെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്ന ചിന്ത കൂടി ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഈ പ്രോജക്റ്റിൽ സോളാർ എനർജി സിസ്റ്റമാണ് സാന്റ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജമായി ഉപയോഗിച്ചിട്ടുള്ളത്. 3-ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അശ്വിൻ ബിജു, അനൂപ് എൻ, സഹൽ ജിഫ്രി, സഹ്വാൻ സുധീർ, ജിയോ ബിനു ടി എന്നിവരുടെ ശ്രമഫലമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ആശയത്തിന് നേതൃത്വം നൽകിയത് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം അധ്യാപകരാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരുടെ പൂർണ്ണമായ പിന്തുണയും കുട്ടികൾ നേതൃത്വം നൽകി ശേഖരിച്ചിട്ടുള്ള സാമ്പത്തിക സഹായവും അധ്യാപകർ നൽകിയിട്ടുള്ള സാമ്പത്തികവും അല്ലാതെയുമുള്ള പിന്തുണയുമാണ് ഏറെ മനോഹരമായ രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് ഒരുക്കുവാൻ കുട്ടികളെ സഹായിച്ചിട്ടുള്ളത്. കോളേജിലെ കുട്ടികൾക്ക് പുറമെ അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കും പ്രോജക്റ്റ് നേരിട്ട് കണ്ട് ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ PT തോമസ് അനുസ്മരണം നടത്തി. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം സംരക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. തൊടുപുഴക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇത്തവണയും മധുരം പകരാൻ കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിന്റെ കേക്ക് മേളയ്ക്ക് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.